നെഞ്ചു പിടയുന്ന വേദനയോടെയല്ലാതെ ഈയൊരു വീഡിയോ ചെയ്തു തീർക്കുവാൻ ആകില്ല. പ്രിയപ്പെട്ട സഹോദരൻ ദീപകിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത് കേൾക്കൂ. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത ആ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെന്ന അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന് അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പ്രിയ സഹോദരി, നിങ്ങളിത് റീച്ചിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും നിങ്ങളിതിനെ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു പാവ മനുഷ്യന്റെ ജീവനാണ് നിങ്ങൾ കാരണം പൊഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അത് അധികം തിക്കും തിരക്കുമില്ലാത്ത ഒരു ബസ്സാണ്. എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നില്ലേ? നിങ്ങൾ എന്നെ തട്ടിക്കോളൂ, ഇനി തട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് തട്ടാം, അതൊന്ന് വീഡിയോ എടുത്ത് റീച്ചാക്കാം എന്നുള്ള തരത്തിലാണ് നിങ്ങളുടെ വീഡിയോ പോയിരിക്കുന്നത്. എന്നിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിച്ചതിന് ശേഷം അതിനൊരു എക്സ്പ്ലനേഷനുമായി വരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, സമ്മതി. നിങ്ങൾ ഈ ചിരിച്ചുകൊണ്ട് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നതും എന്നാൽ നിങ്ങളെയും അവരെയും നന്നായി ഫോക്കസ് ചെയ്ത് എഡിറ്റ് ചെയ്തെല്ലാം ഇടുന്ന നേരം കൊണ്ട് അവിടെ തന്നെ പ്രതികരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ആ ബസ്സിൽ എത്ര ആളുകളുണ്ട്? ഒരു വാക്ക് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദീപക് തെറ്റുകാരനാണെങ്കിൽ അവിടെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമായിരുന്നല്ലോ. നിങ്ങളിത് റീച്ചിന് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കിയുള്ള വീഡിയോസിനേക്കാളും വളരെയധികം റീച്ച് കയറിയ വീഡിയോസും ഇതുതന്നെയായിരുന്നു. അത് കാരണം പോയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ പാവം മരിക്കുന്നതിന് മുമ്പേ എത്രമാത്രം ട്രോമയിലൂടെയായിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങൾ സ്ലോ മോഷനും എഡിറ്റിംഗും എല്ലാം ചേർത്ത് ഇട്ടിരിക്കുന്ന വീഡിയോ കൊണ്ട് പോയിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ദീപകിന്റെ വീട്ടുകാരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും പറയുന്നത് ദീപകിന്റെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല ദീപക്. ഇങ്ങനെയൊരു വ്യാജ വാർത്തകൾ കാരണം അവൻ വളരെ ട്രോമയിലേക്ക് പോയി കാണും. അതുകൊണ്ടാണ് അവൻ ഈ കടുങ്കായി ചെയ്തത് എന്നാണ് നാട്ടുകാരും വീട്ടുകാരുമെല്ലാം പറയുന്നത്. ആദ്യം ഈ വീഡിയോ വന്നപ്പോൾ എല്ലാവരും ഞരമ്പൻ, അവനക്ക് ഇങ്ങനെ തന്നെ വേണം, അവൻ്റെ മുഖം കാണിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പ്രിയ സഹോദരൻ മരിച്ചതോടുകൂടി എല്ലാവരും പെൺകുട്ടിയുടെ പിന്നാലെയാണ്. പെൺകുട്ടിക്ക് വരുന്ന പച്ചത്തെറികളും കമൻറ്റുകളും ഒന്ന് വായിച്ചു നോക്കണം. അത്രമാത്രം എല്ലാവരും ഒന്നടങ്കം എതിർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടിക്ക് നേരെ. പല ആളുകളും സ്വമേധയാ കേസ് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല അഡ്വക്കേറ്റ്സിൻ്റെ പോസ്റ്റുകളും വീഡിയോസുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുവാൻ ഇടയായി. സത്യം പറയാമല്ലോ, എൻ്റെ അഭിപ്രായവും കേസ് നൽകണം എന്നുള്ളത് തന്നെയാണ്. എനിക്കാണ് ബസ്സിൽ ഇതുപോലെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് എങ്കിൽ ഞാനത് സ്വയം നേരിടുവാൻ ശ്രമിക്കും. അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരോട് ഞാൻ പറയും. എന്നിട്ട് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് നോക്കുക. അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ കാണിക്കണം, റീച്ച് ഉണ്ടാക്കണം, ഫോളോവേഴ്സിനെ കൂട്ടണം എന്നൊന്നുമായിരിക്കില്ല ആ സമയം ഞാൻ ചിന്തിക്കുക. എന്തായാലും സഹോദരി ചിരിച്ച് പോയി മുട്ടുവാൻ ശ്രമിച്ച ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അതൊരു ഫാബ്രിക്കേറ്റഡായി ചമച്ച ഒരു വീഡിയോയാണ് എന്നുള്ളത്. ഒരു പക്ഷേ 1-2 തവണ മുട്ടിക്കാണും. ബസ്സല്ലേ, നിയന്ത്രണം വിടുമ്പോൾ നമുക്കായാലും പിറകിൽ നിന്നുള്ളവരായാലും മുൻപിൽ നിന്നുള്ളവരായാലും കൂട്ടിയിടിക്കാറുള്ളത് പതിവാണ്. അതെല്ലാം ഒരു കണ്ടന്റാക്കി ഒരാളുടെ ജീവനും ജീവിതവും തകർക്കുന്ന രീതിയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായും നിങ്ങൾ ശിക്ഷ അനുഭവിക്കണമെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?